assalamu alaikum. Welcome back to my channel Sajnas kitchen. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഇന്ന് ഞാനൊരു ദിവാലി സ്വീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല വായിലിട്ട് നല്ല അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ബൗൾ അളവിൽ 2 ബൗള് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 മണിക്കൂർ ശേഷം ഞാനത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത പാലാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനിയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ശർക്കരയാണ്. മധുരമനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ആഡ് ചെയ്യാം. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പാനിയാക്കി എടുക്കുകയാണ്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ വേറൊരു ഒരു നോൺസ്റ്റിക്ക് പാൻ എടുത്തിട്ട് നല്ല കട്ടിയുള്ള പാനാണ്. ആ പാനിലേക്ക് നമ്മുടെ നേരത്തെ പേസ്റ്റാക്കി വെച്ച സൂചി ഗോതമ്പിൻ്റെ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, എന്നിട്ട് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്. ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് കൈ വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര പാനി ആഡ് ചെയ്യാണ്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഞാനൊരു അരമണിക്കൂർ എടുത്തു ഇങ്ങനെ ഇളക്കി കറക്റ്റ് ആ ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ നുറുക്ക് ഗോതമ്പ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ശരിക്കും കുറുകണം, നമ്മുടെ പാനിൽ നിന്ന് വിട്ട് കിട്ടണ ആ ഒരു പരുവത്തിലാവണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഏലക്കയുടെ പൊടി ആഡ് ചെയ്തിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏലക്കയുടെ പൊടിയും കൂടി കുറച്ച് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമനുസരിച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ 100 ഗ്രാം വീതം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇപ്പം ഞാനിവിടെ 100 ഗ്രാം നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നുറുക്ക് ഗോതമ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഇന്ന് വറ്റി തുടങ്ങും. ആ നെയ്യ് അതൊന്ന് വലിച്ചെടുക്കും നെയ്യ്. അത് കഴിഞ്ഞിട്ട് അടുത്ത 100 ഗ്രാം നെയ്യ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. കാരണം പഞ്ചസാരയല്ല നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നുറുക്ക് ഗോതമ്പാണ്. ഇവിടെ വൈറ്റ് കളർ വന്നത് വൈറ്റ് കളർ ജാഗരി ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ശർക്കര എടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഇളക്കി കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഇളക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പരുവം വന്നത്. അപ്പോൾ പാനിൽ നിന്ന് കറക്റ്റ് വെട്ടി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഒരു 3/4 മണിക്കൂർക്ക് ഇങ്ങനെ ഇളക്കുമ്പോഴാണ് കറക്റ്റ് ഈ ഒരു പരുവം നമുക്ക് കിട്ടുന്നത്. പാനിന് ഫുള്ളായിട്ട് ഇങ്ങനെ വെട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 പ്ലേറ്റിലായിട്ടാണ് ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 2 പ്ലേറ്റിലും ഞാൻ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ കാഷ്നട്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിസ്തയോ അതേപോലെ തന്നെ ബദാമൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ കാഷ്നട്ടും അതേപോലെ തന്നെ വെളുത്ത എള്ളുമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, പക്ഷേ വെളുത്ത എള്ള ഹൽവയ്ക്ക് വരുന്നത് കുറച്ച് ടേസ്റ്റിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ സൂചി ഗോതമ്പിൻ്റെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം കറക്റ്റ് ആ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയായിരിക്കണം കറക്റ്റ് പരുവം. ഇപ്പം ഞാൻ 2 പ്ലേറ്റിലും ഹൽവയുടെ ബാറ്റർ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്പൂണോ സ്പാച്ചുലയോ എന്താണെങ്കിലും വെച്ചും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് അതൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇഷ്ടമുള്ള അതൊന്ന് ആവി ആകുന്ന വരെ ഞാനിപ്പോൾ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടാൽ മതി. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പോൾ ജസ്റ്റ് കൊട്ടി തുറന്ന് നോക്കുകയാണ്.
തിരിച്ചിട്ട് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ഹൽവ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. ഞാനിനി മറ്റേ പ്ലേറ്റും കൂടിയും ജസ്റ്റ് ഒന്ന് തിരിച്ചിടാണ്. ഞാൻ ഇതുപോലെ ബാക്കിൽ കൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് വിട്ട് പോരും. അതും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെളുത്ത എള്ളൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. കാഷ്നട്ടൊക്കെ സെറ്റായി. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഹൽവയാണ്. ദീപാവലിക്കൊക്കെ എന്തായാലും സ്നാക്സ്, സ്വീറ്റായിട്ടുള്ള സ്നാക്സൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ഇപ്പോൾ ഇത് വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും, നിങ്ങൾക്ക് തന്നെ അറിയാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അസ്സലാമു അലൈക്കും.